ഗ്ലാസ് വെച്ച ക്രിസ്മസിന് യൂസ് ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ ഉണ്ടാക്കിയാലോ? ആഹാ. ഹായ് ഹലോ ഡാഫോഡിൽസ് ഡിഎസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രിസ്മസ് ഡെക്കറേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കിയാലോ എന്ന്. നമുക്ക് ഈ സീരിയൽ ലൈറ്റും ഈ പ്ലാസ്റ്റിക് ഗ്ലാസും വെച്ച് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റും. എന്താണെന്നറിയോ? നമ്മളിത് പെട്ടെന്ന് കണ്ട ഗ്രേപ്സിന്റെ ഒക്കെ പോലെ ഇരിക്കും. ഇതെല്ലാം ഇങ്ങനെ നേരെ നേരെയായിട്ട് വെക്കുമ്പോൾ വയലറ്റ് കളറും കൂടെ സീരിയൽ ബൾബും കൂടി ഇട്ടാൽ കറക്റ്റ് ഗ്രേപ്സിനെ പോലെ നമുക്ക് തോന്നും. പക്ഷെ നമ്മളിപ്പോൾ വെറൈറ്റി കളർ സീരിയൽ ബൾബാണ് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനത്തെ സീരിയൽ ബൾബ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് പോകല്ലേ കുട്ടീസ്? നമുക്ക് പോവാം അല്ലേ? കുട്ടീസൊക്കെ ഭയങ്കര ആകാംക്ഷയാണ്. നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾക്ക് ഈ ലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഡിസ്പോസബിൾ ഗ്ലാസ് ആണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്പോസബിൾ ഗ്ലാസ്, പിന്നെ ഒരു സോൾഡറിങ് അയൺ, പിന്നെ സ്റ്റാപ്ലർ, പിന്നെ നമ്മൾ ഏത് കളർ സീരിയൽ ലൈറ്റാണോ അതിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ സീരിയൽ ലൈറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഡിസ്പോസബിൾ ഗ്ലാസിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത്, അതായത് അടിഭാഗത്ത് നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മുടെ സീരിയൽ ലൈറ്റ് കയറിപ്പോകാൻ പാകത്തിനുള്ളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ആ ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാ ഗ്ലാസ്സുകളിലും ഹോൾഡ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഗ്ലാസ്സുകൾ ഓരോന്നായിട്ട് ചേർത്ത് വെച്ച് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളതൊരു ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് റിങ് പോലെ നമുക്ക് ആയി കിട്ടും. പിന്നെ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ്സുകൾ വെച്ച് സ്റ്റാപ്ലർ അടിച്ചടിച്ചടിച്ച് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഒരു ഹാഫായിട്ടുള്ളൊരു ബോളിൻ്റെ ഒരു ഹാഫ് ഷേപ്പ്, ഒരു റൗണ്ടിൻ്റെ ഒരു ഹാഫ് ഷേപ്പുള്ള ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഫുൾ ഷേപ്പിൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഇത് ഹാഫിലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ബൾബൊക്കെ കയറ്റി വിടാനായിട്ടുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാനത് ഹാഫായിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ സ്റ്റാപ്ലർ വെച്ച് ചേർത്ത് വെച്ചിട്ട് സ്റ്റാപ്ലർ അടിച്ച് കഴിയുമ്പോഴേക്കും അത് നിന്നോളും. അങ്ങനെ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ വരുമ്പോഴേക്കും മൊത്തത്തിൽ ബലമാകും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സ്റ്റാപ്ലർ ഗ്ലാസ് ഇങ്ങനെ ചേർത്ത് വെച്ച് ഏകദേശം ഒരു 15-16 ഗ്ലാസ്സോളം വേണ്ടി വരും ഇങ്ങനെ ഒരു റൗണ്ട് ആക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് പിന്നെ ബാക്കി അതിൻ്റെ മുകളിലേക്ക് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യാം. നമ്മുടെ ഗ്ലാസ്സുകൾ ഏകദേശം സ്റ്റാപ്ലർ ചെയ്ത് കഴിയാറായി. ഇനി ബാക്കിയുള്ള ഗ്ലാസ്സുകൾ കൊണ്ട് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിപ്പം കൂടുതൽ കിട്ടും. ഞാൻ ഏകദേശം 100 ഗ്ലാസ്സോളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ബാക്കി വന്ന ഗ്ലാസ്സുകൾ വീണ്ടും അതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ വലിപ്പം കൂട്ടുകയാണ്. ഇനി നമുക്ക്
ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സീരിയൽ ലൈറ്റ് അതിൽ ചെയ്തിട്ടുള്ള ഹോളുകളിലേക്ക് ആ സീരിയൽ ലൈറ്റിൻ്റെ ബൾബുകൾ ഒന്നൊന്നായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം ആ ഒരു ഷേപ്പിലേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ, നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സീരിയൽ ലൈറ്റ് അതിലിട്ടിരിക്കുന്ന ആ ഹോളിൽ ഓരോന്നിലും ആ സീരിയൽ ലൈറ്റിൻ്റെ ബൾബുകൾ നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഏത് കളറുള്ള സീരിയൽ ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടം ഏത് കളറാണോ ആ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ച കളറാണ്. പച്ച കളർ നല്ല അകലെയൊന്ന് കാണുമ്പോൾ കാണാനൊക്കെ സാധിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ പച്ച കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ആ പച്ച കളറുള്ള സീരിയൽ ലൈറ്റ് അതിൻ്റെ ഹോളുകളിൽ ഓരോന്നിലും ചേർത്ത് വെച്ച് കൊടുക്കാം. നേരെ നമ്മൾ കംപ്ലീറ്റ്ലി സീരിയൽ ലൈറ്റ് പ്ലാസ്റ്റിക് ഇതിൻ്റെയൊക്കെ കപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നിൽക്കേ, അത് ജസ്റ്റ് കുറച്ചും കൂടെ കയറ്റാണ്ടെന്ന് തോന്നുന്നുണ്ട് സെൻറ്ററിലാ. വെയിറ്റ് സീരിയൽ ലൈറ്റ് കംപ്ലീറ്റ് ഇതിൽ കയറ്റി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് തെളിച്ച് നോക്കാം. ലൈറ്റ് ഓഫ് ചെയ്യും. വാവ്, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഇത് ഹാങ് ചെയ്തില്ല, ടേബിളിന് മേളിൽ വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. കേട്ടോ, സിമ്പിളാണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിലൊരു വെറൈറ്റി ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ക്രിസ്മസ് ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു. അപ്പോൾ ഇന്നത്തെ ഈ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂലേ? ഈ ഇതിൻ്റെ മേക്കിങ് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി ആയിരിക്കും, വീട്ടിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു.